പ്രശസ്ത കവിയും ഗാനരചയിതാവും നോവലിസ്റ്റുമായ ശ്രീ ഏറ്റുമാനൂർ സോമദാസിൻ്റെ ഓമനയുടെ ഓണം എന്ന കവിതയാണ് ഞാൻ വായിച്ചാസ്വദിച്ചത്. ഏറ്റുമാനൂർ സോമദാസിൻ്റെ കവിതകൾ എന്ന കൃതിയിൽ നിന്നെടുത്തതാണ് ഓമനയുടെ ഓണം എന്ന ഈ കവിത. ഓമന എന്ന കുട്ടി തൻ്റെ ഓണത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും എന്തൊക്കെയാണെന്ന് വിവരിക്കുന്നതാണ് കവിതയിലെ ആശയം. ഓണക്കോടി, ഓണസദ്യ, ഓണക്കളികൾ തുടങ്ങി ഓണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്വപ്നങ്ങൾ ഓമന പങ്കുവെക്കുന്നുണ്ട്. ഓണം വരുന്നതിന് മുൻപ് നടത്തുന്ന ഒരുക്കങ്ങളും ഓണനാളുകളിലെ ആഘോഷങ്ങളെക്കുറിച്ചുമെല്ലാം കവിതയിൽ പറയുന്നുണ്ട്. തൊട്ടാവാടിത്തൊടിയിൽ കിളിയാന്തട്ടു കളിച്ചു തകർക്കേണം എന്ന വരികൾ എനിക്ക് ഏറെ ഇഷ്ടമായി. ഓണക്കാലത്ത് കൂട്ടുകാരോടൊത്ത് കളിച്ചു തിമിർക്കാറുള്ളതാണ് ഈ വരികൾ വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. വ്യത്യസ്ത ഈണങ്ങളിൽ ഈ കവിത ചൊല്ലി നോക്കി. ഈ കവിതയിലെ ശബ്ദഭംഗിയും താളഭംഗിയും ആകർഷകമാണ്. ഈ കവിതയിൽ മനോഹരമായ പ്രയോഗങ്ങളും ഉണ്ട്. കരിമുകിൽ മൂടിയ വിണ്ണിൽ വെളിച്ചം കാവടി തുള്ളി അണഞ്ഞല്ലോ എന്ന പ്രയോഗമാണ് എനിക്ക് ഇഷ്ടമായത്. ചിങ്ങമാസത്തിലെ പ്രകൃതിയുടെ സൗന്ദര്യം ആ വരികൾ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ഈ കവിത ഓണക്കാലത്തെക്കുറിച്ച് ഒരുപാട് സന്തോഷം നിറഞ്ഞ ഓർമ്മകൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ കവിതയിലെ ഓമന എല്ലാ കുട്ടികളുടെയും പ്രതിനിധിയാണ്. ഓമനയ്ക്ക് ഓണത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം തന്നെ എനിക്കും ഓണക്കാലത്തെക്കുറിച്ച് ഉണ്ട്. അതിനാൽ ഓമനയുടെ ഓണം എന്ന ഈ കവിത എനിക്ക് വളരെയധികം ഇഷ്ടമായി.